ഈ വ്യാജ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ കൊണ്ടുവന്നൊരു വാർത്തയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും അന്വേഷിക്കണം എന്ന് തന്നെയല്ലേ രാഹുലിന്റെയും നിലപാട്? അതായത് നമ്മളിത് ഫോർസ് ചെയ്തിട്ട് ഞാൻ ഇന്നലെ അലമീൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആ ഡോക്യുമെന്റും കാണിച്ചിരുന്നു. ഒക്ടോബറിൽ നമ്മൾ പരാതി കൊടുത്തതാണ്. നമുക്ക് ഒക്ടോബർ തൊട്ട് നമുക്ക് വിവരങ്ങളുണ്ട്. ഇവർ മലമ്പുഴയിൽ നിന്നും കോങ്ങാടും ഒക്കെ രണ്ട് പാർട്ടിക്കാരും മത്സരിച്ച് വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരസ്പര സഹായം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അതില്ല എന്ന് പറയാൻ കഴിയില്ല. പരസ്പര സഹായം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, പാലക്കാട് ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് പാലക്കാടുകാരെ വിശ്വാസമില്ലാത്തത്? പാലക്കാട്ടെ ജനപ്രതിനിധിയല്ലേ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലാതെ മലമ്പുഴയുടെ ജനപ്രതിനിധിയോ കോങ്ങാടിന്റെ ജനപ്രതിനിധിയോ അല്ലല്ലോ. മലമ്പുഴയിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടട്ടെ, കോങ്ങാട് അവിടെ തിരഞ്ഞെടുക്കപ്പെടട്ടെ. ഇത് മലമ്പുഴയിൽ നിന്നും കോങ്ങാടും നിന്നും പാലക്കാട് കൊണ്ടുവന്ന് ആളുകളെ ചേർക്കുക എന്ന് പറയുന്നത് പാലക്കാടൻ ജനതയെ വിശ്വാസമില്ലാത്തതുകൊണ്ടും പാലക്കാടിനോടുള്ള വെല്ലുവിളിയുമാണ്. അത് കൃത്യമായ മറുപടി പാലക്കാട് തരും. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞാൽ മാറുന്ന റിസൾട്ടാണ് പാലക്കാട്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഇവർക്കുണ്ടെങ്കിൽ അത് 20-ാം തീയതി 20-ാം തീയതി ജനം തിരുത്തുകയും അത് 23-ാം തീയതി അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയും. ഗുരുതരമായിട്ടുള്ള ഇതൊരു ക്രൈമാണ്. ഒറ്റ കാര്യം ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ഇലക്ഷൻ ക്രൈമാണ്. ജനങ്ങളുടെ മാൻഡേറ്റിനെ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമമാണ്. കാരണം ഇത് വെരിഫൈ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാരൊക്കെയാണ്? വെരിഫൈ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാരാണ്? മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരല്ലേ? ഇതിന്റെ മുകളിലത്തെ അതോറിറ്റി ഏതാണ്? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ? ഇത് രണ്ടും പൊളിറ്റിക്കൽ ഡിസിഷൻസ് കേൾക്കുന്ന രണ്ട് സ്ഥാപനങ്ങളല്ലേ? നമുക്കറിയാലോ, അത്ര നിഷ്പക്ഷമൊന്നുമല്ല നമുക്കറിയാലോ. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇത് വെരിഫൈ ചെയ്യാതിരുന്നത്? ഞാൻ പറയുന്നു, ഞാൻ ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ 23 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ആ ഫ്ളാറ്റ് ആരുടേതാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കും. ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് 23 വോട്ട്, അവിടെ താമസമില്ലാത്ത 23 വോട്ടുകൾ ഒരൊറ്റ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ ഉടമസ്ഥാവകാശം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും, അപ്പോൾ മനസ്സിലാകും. ഓക്കെ, എന്തായാലും അത് ഗൗരവമേറിയ ആരോപണമാണ്. നമുക്ക് അതും അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ഇങ്ങനെ കെട്ടടങ്ങിയിട്ടില്ല. ഇന്നലെ ഇ പിയുടെ പ്രസംഗം അങ്ങ് കേട്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഉത്തമനായ സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഊതിക്കാച്ചിയ പൊന്ന് എന്നാണ് അങ്ങയുടെ പഴയ സഹപ്രവർത്തകൻ കൂടിയായ LDF സ്ഥാനാർത്ഥി സരിനെ വിശേഷിപ്പിച്ചത്. ആത്മകഥയിൽ മറുകണ്ഠം ചാടി എന്ന് പറയുന്നു. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ ഊതിക്കാച്ചിയ പൊന്ന് എന്ന് പറയുന്നു. അതിനോട് എങ്ങനെയാണ് രാഹുൽ പ്രതികരിക്കുന്നത്? ഞാൻ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നില്ല. കാരണം സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഉടനെ അത് ഷാഫി പറമ്പിലിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഗൂഢാലോചനയാണെന്ന് പറയും. ആകെ എനിക്കുള്ള റിക്വസ്റ്റ്, ഇന്നലെ പെയ്ത മഴ, ശ്രീ പി ജയരാജൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ തന്നെ പെയ്ത മഴ ഞങ്ങളുടെ ഗൂഢാലോചനയാണെന്ന് ആരോപിക്കാതിരുന്നാൽ മാത്രമല്ല, എത്രയോ സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. ഓക്കെ, താങ്ക് യു രാഹുൽ. അപ്പോൾ രാഹുൽ ഉഷാറായി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ രാഹുൽ തേരിന് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഇവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമുക്കൊപ്പം ചേർന്ന് ഉഷാറായി വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ, 3 കാര്യങ്ങൾ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിക്കാത്തത് BJPക്ക് തിരിച്ചടിയാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു പരസ്പര സഹായമുണ്ട് വ്യാജ വോട്ട് ചേർക്കലിൽ ഈ ഇടതുമുന്നണിയും BJPയും തമ്മിൽ എന്ന ആരോപണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തു പറഞ്ഞാലും ഗൂഢാലോചനയാവുന്ന ഒരു കാലമാണ് എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. താങ്ക് യു രാഹുൽ.